ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സൺഡേ വ്ലോഗാണ്. പക്ഷേ അത്യാവശ്യം പഠിക്കാനൊക്കെ പറ്റിയ അല്ലെങ്കിൽ എല്ലാ തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 5 AM ഇപ്പോൾ എണീക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ സൺഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ കണ്ണ് തുറന്നാലും ചെറുതായിട്ട് അവിടെ ഒന്ന് കിടന്നിട്ട് ചിലപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആവും എണീക്കുമ്പോൾ. അപ്പോൾ ഇന്നും അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്, ഒരു 7 മണിയൊക്കെ ആയിട്ടോ. അതേപോലെ ഇപ്പം എൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ സാറ്റർഡേ ഈവനിങ് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. ഇനിയിപ്പോൾ വരുന്ന ഒരാഴ്ച നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയി വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അതേപോലെ തന്നെ ആ ഒരു വീക്കിൽ തന്നെ എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു വീക്ക് ഞാനിവിടെയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലും ഈവനിങ് വ്ളോഗുകളും അല്ലെങ്കിൽ നൈറ്റ് വ്ളോഗുകളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലും അത്തരത്തിൽ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ള ക്യാബേജാണ്. മുമ്പത്തുള്ള നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ക്യാബേജ് നമ്മൾ നേരത്തെയും കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി എന്ന് വെച്ചാൽ അങ്ങനെ വലിയ തോതിലല്ല, എന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. ഈ തവണ വെച്ചിട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ തവണയും ഒരു 6-7 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കല്യാണത്തിന് പോകാനുണ്ട് കേട്ടോ. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അത് വെച്ചൂര് വെച്ചിട്ടാണ്, ആലപ്പുഴ ജില്ലയിലെ വെച്ചൂര് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ രാവിലെ ഇനി അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് പോകണം. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ ഫുഡെന്ന് പറയുന്നത് നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കറി വെക്കുന്നു, അതൊക്കെ തന്നെയാണ് കേട്ടോ. അതിൽ കറി ഇപ്പോൾ ചോറിൻ്റെ കൂടെയുള്ള കറി ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമുള്ള കറികളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെയൊക്കെ എരിവ് കുറച്ച് വെക്കും, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കാരണം ഇനിയിപ്പം 1 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ എപ്പോഴും പണ്ടത്തെ പോലെ കുറുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അവനിപ്പം നേരത്തെ അത്രയും കുറുക്ക് കഴിക്കാനൊരു താല്പര്യവും ഇല്ല. അപ്പോൾ ഞങ്ങളിത് ഈ കല്യാണത്തിൻ്റെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്കുള്ള ക്ലിപ്സൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനും ഏട്ടനും വാവയും കൂടെയാണ് പോയത്. അപ്പോൾ വാവ കൂടുതൽ സമയം എൻ്റെ കയ്യിലായിരുന്നു, ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനിടയ്ക്ക് ഫോണൊന്നും വെച്ച് ഷൂട്ട് ചെയ്യാൻ നടക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്താണ് ഏട്ടൻ്റെ അമ്മ വീട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ചേച്ചിയുടെ മോളാണ് ഗംഗ. ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി വെളിയിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ വരെ വരാമെന്ന് വിചാരിച്ചു. അവിടെ അമ്മ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ബണ്ട്. അപ്പോൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ അതേപോലെ ഞങ്ങൾ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ചൂടത്ത് ഐസ്ക്രീം കൂടെ കഴിച്ചാൽ അത് ത്രോട്ടിന് ഭയങ്കര പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പം ഐസ്ക്രീംസ് അങ്ങനെ തണുപ്പുള്ള സാധനങ്ങൾ എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒഴിവാക്കി എന്ന് പറയാം. കാരണം എനിക്കിങ്ങനെ ത്രോട്ടിന് ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ഇത് തണുത്തത് കഴിക്കാതിരിക്കും എന്നുള്ള രീതിയിൽ. ഏട്ടനും അതുപോലെ തന്നെയാണ് കേട്ടോ. ഏട്ടൻ ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ അധികം തണുപ്പുള്ളത് കഴിക്കാറില്ലായിരുന്നു. പിന്നെ അതേപോലെ അവൾ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടും അവൾക്കും ഇതേപോലെ ത്രോട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് അവളും ഐസ്ക്രീം കഴിച്ചില്ല. ഞങ്ങളെല്ലാവരും അതുകൊണ്ട് കരിക്കാണ് കേട്ടോ കുടിച്ചത്. പിന്നെ കരിക്ക് അവനും നമ്മുടെ ബോട്ടിലുണ്ടല്ലോ, അവൻ്റെ ബോട്ടിലേക്ക് കുറച്ച് കരിക്കിൻ്റെ വെള്ളം വാങ്ങിച്ച് അങ്ങനെ കൊടുത്തു. കാരണം ഈ ഒരു സമയത്ത് നല്ലോണം വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഞങ്ങളെവിടെ ഇവനായിട്ട് പോയാലും ഇതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും. അതല്ലാതെ ഇങ്ങനെ കരിക്കൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി തംബ്നെയിലിൽ നമ്മൾ മെൻഷൻ ചെയ്ത ആ ഒരു വിഷയത്തിലേക്ക് വരാട്ടോ. അതായത് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടും പഠിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഒരു ദിവസം നമുക്ക് ടൈം ടേബിളിൻ്റെ കുറച്ച് ഭാഗം ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ഓക്കെ എന്നെങ്കിൽ ഇത് പോട്ടെ എന്നുള്ള രീതിയിൽ വിടുന്നവരുണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റാത്തവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു എന്താ പറയുക, ഒരു അഡ്വൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയ സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ബാക്കി വീഡിയോയിൽ നിങ്ങൾ കാണുന്ന രംഗങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഏട്ടൻ്റെ അമ്മ വീട്ടിലേക്ക് പോയായിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ആ വഴി വൈക്കത്ത് എത്തിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ എവിടെയെങ്കിലും കയറി ഒന്ന് ജ്യൂസ് കുടിക്കാം, നല്ല ചൂടൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. ഇനി ഇതിന് ശേഷം നേരെ ഏട്ടൻ്റെ വീട്ടിൽ പോകും. അവിടുന്ന് എനിക്ക് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഒരു സാരിയുടെ ബ്ലൗസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ഫ്രണ്ടിനെ പറ്റി. ഞാൻ മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടം മുതലേ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്.
ആളൊരു അസ്ട്രോളജർ കൂടിയാണ് കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ അസ്ട്രോളജിയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ അവനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ സ്കൂൾ കാലഘട്ടം തൊട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സമയത്തും ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും വളരെ എന്താ പറയുക, വളരെ ലോജിക്കലി പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണ്. എപ്പോഴും അതെ കേട്ടോ. ഇപ്പോൾ പഠന കാര്യത്തിലൊക്കെ ആണെങ്കിലും എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് അവൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം അവനാണ്. കാരണം ഈ ഒരു കൊറോണയൊക്കെ വന്ന സമയത്താണല്ലോ എല്ലാവരിലേക്കും യൂട്യൂബ് ചാനൽ ഇത്ര എത്തിയത്. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഒരു 2018 കാലഘട്ടത്തിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ കറക്റ്റ് ഇയർ ഇപ്പോൾ ഓർക്കുന്നില്ല, 17-18 ആ ഒരു സമയത്ത്. അപ്പോൾ അത് രജിൻ പറഞ്ഞിട്ടാണ് ആക്ച്വലി ഞാനത് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അവൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ ഉള്ള സമയത്ത് ആദ്യം മനസ്സിലേക്ക് ഓർക്കുന്ന ഒരു പേര് അവൻ്റെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പറയട്ടെ, ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ്റെ അമ്മ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചേച്ചി ഇല്ല, ചേച്ചി വെളിയിലാണ്, നേഴ്സാണ്. പക്ഷേ ചേച്ചിയുടെ കുറച്ച് സാരികളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ തലേ ദിവസം ചേച്ചി വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു മാസം. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് ഇതുപോലെ കുറേ സാരികളുണ്ട്, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നോക്കി എടുത്തുകൊണ്ട് പോരും, ഇപ്പോൾ അമ്പലത്തിലൊക്കെ ഉടുക്കണമെങ്കിൽ ഉടുക്കാലോ എന്നുള്ളത്. ഞാൻ വളരെ റെയറായിട്ടാണ് സാരികൾ വാങ്ങുന്നത്, കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും ഉടുക്കുന്നില്ലല്ലോ. സോ അതിലൊരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ചുരുക്കം ബ്ലൗസുകളേ ഉള്ളൂ. ഞാനപ്പോൾ ആ ബ്ലൗസുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു, ഇതുമായിട്ട് മാച്ച് ആവുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടുക്കാലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇടയ്ക്ക് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രജിൻ്റെ കാര്യം. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാനൊരു കുറച്ച് നാൾ മുമ്പ്, ഒരു 1.5 മാസം മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഈ എല്ലാ കാര്യങ്ങൾ കൂടി മാനേജ് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ പറഞ്ഞിട്ടില്ല കോളേജിലെ ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ പ്രിപ്പയർ ചെയ്യണം, എൻട്രിയുടെ ക്ലാസ്സുകളുണ്ട്, എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ്സുകളുണ്ട്, പിന്നെ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ പ്രശ്നങ്ങളുള്ളതുപോലെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമല്ല, ഈ ഒരു കോൺസെൻട്രേഷൻ്റെ ഒരു പ്രശ്നം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോൾ ഞാൻ പോമഡോറോ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചൊരു 20-25 മിനിറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം ചെയ്താലും എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നുക, പെട്ടെന്ന് തന്നെ ഇനിയും കുറേ കാര്യങ്ങൾ തീർക്കാനുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വന്നിട്ട് കറക്റ്റായിട്ട് അപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതിൽ മെയിൻ കാര്യം, നമ്മളിങ്ങനെ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസം ഇങ്ങനെ ഒരേ സമയമല്ല, ഒരേ ദിവസം ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് ഞാൻ കുറേ തവണ ചിന്തിച്ചു. എന്നിട്ട് ചിന്തിച്ചപ്പോൾ കിട്ടിയതും, പിന്നെ അതല്ലാതെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് കിട്ടിയ കുറേ അറിവുകളൊക്കെ ഞാനൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കി. അതിലൊക്കെ കുറച്ച് റിസൾട്ട് കണ്ടു. പക്ഷെ എനിക്ക് തോന്നി രജിൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ അതിന് നല്ല ഒരു എന്താ പറയുക, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കുമെന്ന്. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് നേരത്തെ മുതലേ ഇങ്ങനെ സംസാരിക്കാൻ മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീ ഒരിക്കലും യൂട്യൂബ് ചാനൽ വിടരുത്, അല്ലെങ്കിൽ ഇതൊന്നും വിടരുത്, നീ മാനേജ് ചെയ്യാൻ നോക്ക്, അത് പറ്റും എന്നുള്ള രീതി പറയുമായിരുന്നു. പക്ഷേ എന്നാലും എങ്ങനെ, ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ അവൻ എനിക്ക് പറഞ്ഞു തന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെയിലി ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടൈം അലോട്ട് ചെയ്തൊരു ടൈം ടേബിൾ എനിക്കുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ പലപ്പോഴും തെറ്റിപ്പോവും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം കറക്റ്റായിട്ട് അതിലെല്ലാം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുമ്പ് ഞാൻ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് മെൻഷൻ ചെയ്ത പോലെ എനിക്കൊരു തോട്ട് വരും, ഓക്കെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഈ ഒരു ഡേ സ്പോയിലായി എന്നുള്ളൊരു തോട്ട് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അതിനെന്താണൊരു സൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആലോചിച്ച സമയത്തും അതേപോലെ ഞാൻ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വായിച്ച സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ എന്നാലും രജിൻ അത് പറഞ്ഞു തന്നപ്പോഴത്തേക്കും അത് എന്താ പറയുക, ഇതിനൊരു ഇൻറ്റൻസിറ്റി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതായത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാനാണെങ്കിലും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡെയിലി ഒരു ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 രീതിയിലുള്ള ടൈം ടേബിൾ നീ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അതായത് നിനക്ക് കൂടുതൽ സമയമുള്ളപ്പോൾ, അതായത് ഒരു ഡേ ഫുൾ കുറേ എന്താ പറയുക, നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് വേറെ ഇപ്പം
വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ദിവസം, അത് നമുക്ക് നല്ലൊരു ഫുൾ ഫ്രീ ഡേ ആണല്ലോ. അപ്പോൾ ആ ഒരു ദിവസം എങ്ങനെ പഠിക്കണം, എങ്ങനെ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ടൈം ടേബിൾ നീ സെറ്റ് ചെയ്യുക. ദെൻ മോഡറേറ്റ് ടൈം കിട്ടുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, അതായത് മോഡറേറ്റ് ടൈം കിട്ടുന്ന ഒരു ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതേപോലെ ഒട്ടും സമയം കിട്ടാത്ത ഒരു ദിവസവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ടൈം ടേബിൾ നീ സെറ്റ് ചെയ്യണം. അതായത് 3 സെറ്റ് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡേ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ദിവസം വളരെ ബിസിയുള്ള ദിവസമാണോ, അതോ കുറച്ച് ഫ്രീ ഉള്ള ദിവസമാണോ, അതോ ഒരു മോഡറേറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണോ, നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. സോ അപ്പോൾ അത് ഏത് ദിവസമാണെന്ന് മനസ്സിലാക്കി പിന്നെ ആ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നി. ഞാൻ അവനന്ന് പറഞ്ഞ അന്ന് തന്നെ നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം സംസാരിച്ചു കേട്ടോ. ഇങ്ങനെ പല 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 കാര്യങ്ങളും ഒക്കെ ഒത്തിരി പോയിന്റ്സ് അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ തൊട്ടത് പരീക്ഷിക്കാൻ തുടങ്ങി. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ ഈ ഒരു സൺഡേ, ഇപ്പോൾ നമ്മളിന്ന് വ്ളോഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു സൺഡേ എൻ്റെ ഒരു മോഡറേറ്റ്ലി ഫ്രീ ഉള്ള ദിവസമാണ്. അപ്പോൾ ആ ഒരു മോഡറേറ്റ്ലി ഫ്രീ ഉള്ള ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ടെക്നിക്ക് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആയോന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ടൈം ടേബിൾ ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ കുറച്ച് പേർക്ക്, ഇപ്പോൾ എനിക്ക് അവൻ പറഞ്ഞപ്പം ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ഇത് അടിപൊളിയായിരിക്കും തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കമൻറ്റ്സ് വായിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഇതേപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതേ വൈകുന്നേരം വീട്ടിലൊക്കെ തിരിച്ചു വന്നു. വാവയ്ക്ക് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ എന്താണ് ഞാൻ ജസ്റ്റ് ഫേസ് പാക്ക് ഒരെണ്ണം ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും നല്ല വെയിലായിരുന്നു കൊണ്ടത്. ഓൾറെഡി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടറ്റോവും പിന്നെ അതേപോലെ നമ്മുടെ മുൾട്ടാനി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. വേറെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഈ തേനും ഒക്കെ ആഡ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ മുമ്പൊക്കെ യൂട്യൂബിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണും കേട്ടോ, പക്ഷേ ഇപ്പോൾ ഞാൻ കാണില്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും ഏത് ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നേരം ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വെളുത്തിട്ട് പാറുമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സൺടാനൊക്കെ പോയി മുഖം ഒന്ന് ക്ലിയർ ആവും, അത്രമാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കിനി 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, നാളെ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അത് ഓൾറെഡി ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അതേപോലെ PSCക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ചെയ്യുന്ന പോലെ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പോർഷൻ വരുന്നത് ചെയ്ത് നോക്കാറുണ്ട്. ഡെയിലിയൊക്കെ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കും, പക്ഷേ സമയം കിട്ടാറില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഡിഗ്രി പ്രിലിംസിൻ്റെ പഠനമൊക്കെ വളരെ മോശമായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം കോളേജിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിതുകൂടെ നോക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഇത് കുറച്ച് സമയം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുക്കും. അങ്ങനെ ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഇങ്ങനെ സമയം നമ്മൾ നോക്കുക. സമയം ഒട്ടും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും അല്ലെങ്കിൽ ഒരു ½ an hour എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം വാവ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവനെ ഫീഡ് ചെയ്ത് ഉറക്കി ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു 10 മണി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ പഠിക്കാൻ ഇരുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ നാളെ വെളുപ്പിന് എണീറ്റിട്ട് പഠിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ പറയാനുള്ളത്. സോ ഈ ഒരു ടൈം ടേബിളിൻ്റെ കാര്യമൊന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. ആ 3 രീതിയിലുള്ള ടൈം ടേബിളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മേ ബി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.